ഇന്നലെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓർ ഫൈനൽ അക്കൗണ്ടിങ്. ബാലൻസ് ഷീറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് സം ടോട്ടൽ ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ഓൾ ലയബിലിറ്റീസ്. In yesterday we discussed about the what is liabilities and assets in clear cut. In assets means two types, current assets and fixed assets. In liabilities are included in all of the sundry creditors, bills, receivables, prepaid expenses are included in liability portion of final accounts. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ഏരിയാസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഏരിയ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, അതായത് ക്യാഷ് ഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോസ്, ക്യാഷ് ഔട്ട്ഫ്ലോസ്, ഇങ്ങനത്തെ കുറച്ച് പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുകയും അതിന്റെ തിയറി കൂടുതൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ യൂണിറ്റ് 5ന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ബുക്ക് പാർട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അതിനു മുമ്പ് കുറച്ച് തിയറിയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം പ്രോബ്ലത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ പൊസിഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് അവിടെ പറയുന്നുണ്ട് ഫണ്ട് ഫ്ലോ എന്താണ്, ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും എന്താണെന്ന് പരിചയപ്പെടാം. നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോഴത്തേക്കും എന്തായാലും ഫണ്ട് അത്യാവശ്യമാണ്, അല്ലെ? അത് പല രൂപത്തിൽ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ പ്രോഫിറ്റ് ആണ് പ്രധാനമായിട്ടും എല്ലാവരും ഉദ്ദേശിക്കുന്നത്. നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഒന്നും അവിടെ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം സാധ്യമാവുള്ളൂ. ഇവിടെ 2-3 വേർഡുകളാണ് അവിടെ പറയുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു വേർഡ്. ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാം അറിയാം. നമുക്ക് ഒരു സോഴ്സ് ആണ്, ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സോഴ്സ് ആണ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ബാലൻസ് ഷീറ്റ് കണ്ടുപിടിക്കാനുണ്ട്, അതിനെ സമ്മറൈസ് ചെയ്യാനുണ്ട്, അതിന്റെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണെന്ന്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വരുന്ന ടു സ്റ്റേറ്റ്മെന്റ്സ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. യൂണിറ്റ് 5 ആണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് അല്ലെ PDF ഉള്ളവര് അത് നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പം കറണ്ട് അസറ്റ്സ് ഇന്നലെ പറഞ്ഞു, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, സ്റ്റോക്ക്, ഇതെല്ലാം കറണ്ട് അസറ്റ്സിന്റെ ഹെഡിലേക്ക് വരും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെ കറണ്ട് അസറ്റ്സ് ആയിട്ട് വരും. ഈ കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അസറ്റ്സ് ഡിക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അവിടെ ഓർക്ക്, കറണ്ട് അസറ്റ്സ് കൂടി നിന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പീരീഡിന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ടോട്ടൽ അസറ്റ്സ് ആണ്. ഓൾ കറണ്ട് അസറ്റ്സ് എല്ലാം കൂടെ കൂടുന്നതിന് ടോട്ടൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഡിക്രീസ് ഇൻ കറണ്ട്
അസസ്, ഡിക്രീസ് ഇൻ കറണ്ട് അസസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻക്രീസ് ഇൻ കറണ്ട് അസസ് ഇൻ അഗെയിൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസസ് ഐറ്റംസ് ആർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. In next, increases in current liability. Increase current liability കൂടി നിന്നാൽ ഓട്ടോമാറ്റിക്കലി അറിയാം ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ കുറഞ്ഞു പോവുകയേ ഉള്ളൂ. ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനം എന്നാണ് വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്ന. പ്രവർത്തന മൂലധനം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തു പോകും. പിന്നെ ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഐറ്റംസ്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിരിക്കും. ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷോൺ ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലായിരിക്കും ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കുന്നത്. ഇനി വർക്കിംഗ് ക്യാപിറ്റലില് സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്ത വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് കാണിച്ച് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ അകത്താണ് കാണിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്ത് നോക്കാം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും എന്താണെന്ന് മനസ്സിലാകാൻ ഇത് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ബുക്കൊക്കെ എടുത്തൊന്ന് റെഡി ആവുക. അപ്പൊ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതുക. സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഹെഡിങ് സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. പ്രീവിയസ് ഇയർ എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കൊടുത്തിട്ട് ശേഷം നമ്മൾ വരയ്ക്കേണ്ടത് ഫസ്റ്റ് ഹെഡിങ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയുള്ളത് ഐറ്റംസ് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഐറ്റംസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയല്ല. ഐറ്റംസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. ഇനി വേണ്ടത് അതിന്റെ സൈഡിൽ തന്നെയായിട്ട് എഴുതേണ്ടതാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ഇൻക്രീസ് എന്ന് പറയുന്ന കോളം കൊടുക്കുക. ഇൻക്രീസ് ഡിക്രീസ്. എനിക്കിവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എഴുതുന്നത്. ഇൻക്രീസ് ഡിക്രീസ്. എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഇത്. മുകളിൽ എഴുതുക എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് ഐറ്റംസ്, സെക്കൻഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഡിക്രീസ്. ഇൻക്രീസ് ഡിക്രീസ്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ടാണ് എഴുതേണ്ടത്. താഴോട്ട് നിങ്ങൾ എഴുതുക. ഞാൻ ഐറ്റംസിന്റെ താഴെ കറണ്ട് അസറ്റ്സ് എന്ന് എഴുതുക. ഐറ്റംസ് ഫസ്റ്റ് കോളം പറഞ്ഞു. ഐറ്റംസിന്റെ താഴെ
കറണ്ട് അസറ്റ് എന്ന് എഴുതുക. ഫസ്റ്റ് ട്രേഡ് ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററി, ഐറ്റംസ് താഴോട്ട് എഴുതുക. ട്രേഡ് ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററി, ക്യാഷ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ട്രേഡ് ഡെപ്റ്റേഴ്സ്, ഇൻവെന്ററി, ക്യാഷ്, ബിൽ റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇനി അതിന്റെ താഴെ തന്നെ എഴുതുക ടോട്ടൽ കറണ്ട് അസറ്റ്സ്. എന്ന് എഴുതുക. ഇനി കറണ്ട് ലയബിലിറ്റീസ്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. കറണ്ട് അസറ്റ്സ് ഫുൾ നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞു. ഇനിയുള്ളത് കറണ്ട് ലയബിലിറ്റീസ് എന്ന് കൊടുക്കുക. കറണ്ട് ലയബിലിറ്റീസിന് ഹെഡ് വരുന്നത് ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ. ഇത് കാണാതെ പഠിക്കണം. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. താഴെ എഴുതുക ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എല്ലാം കൂടെ കൂട്ടണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇനിയുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫോർമാറ്റിന്റെ അകത്ത് പറയുന്നത് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത്ര ഐറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഇത്ര ഐറ്റം കണ്ടുപിടിക്കണം. അപ്പൊ ക്വസ്റ്റ്യന് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതുക, കോളം വരയ്ക്കുക. ഫസ്റ്റ് കോളം ലയബിലിറ്റീസ് എഴുതുക. ലയബിലിറ്റി കോളം. സെക്കൻഡ് കോളം
31st December 2020. 31st December 2020. Second column, 31st December 2021. December 2020, 31st December 2021. ലയബിലിറ്റീസ് കോളം. പിന്നെ എടുക്കൊണ്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അസറ്റ്, നിങ്ങളുടെ അസറ്റ് അതും ഇതുപോലെ തന്നെ 31st December 2020. നെക്സ്റ്റ് 31st സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കണേ. 31st December 2021. 2020യും 2021. ഇത്രയും ക്വസ്റ്റ്യൻ വരയ്ക്കുക, ഹെഡിങ് കൊടുക്കുക. ഞാൻ ഇനി ലയബിലിറ്റീസ് പറയാം. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ 31st December 2020 കൊണ്ട് എഴുതി വെക്കുക 12 ലക്ഷം. സെക്കൻഡ് കോളത്തിൽ 15 ലക്ഷം. 2 കോളമാണ് ലയബിലിറ്റീസ് കൊടുക്കാൻ പറഞ്ഞത്. ഒന്ന് ഓപ്പണിങ്ങും ഒന്ന് ക്ലോസിങ്ങും ആണ്. ഒന്നിൽ 12 ലക്ഷവും മറ്റേതിൽ 15 ലക്ഷവും. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് 3,70,000, 3,70,000, 2,80,000, 2,50,000. നെക്സ്റ്റ് ബിൽസ് പേയബിൾ 1,50,000, 1,70,000. ഒരു 1,50,000, 1,70,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6 ലക്ഷം. സെക്കൻഡ് കോളത്തിൽ 6,90,000. ഷെയർ ക്യാപിറ്റൽ 12 ലക്ഷം. സോറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6 ലക്ഷം. 31st ഡിസംബറിൽ 6,90,000. നെക്സ്റ്റ് അസറ്റ് കോളം. അസറ്റ് സൈഡിലേക്ക് എഴുതുക. 2 കോളം ഞാൻ പറഞ്ഞു. 31st December 2020, നെക്സ്റ്റ് 31st December 2021. ബിൽഡിങ് 10 ലക്ഷം. ബിൽഡിങ് ഫസ്റ്റ് കോളത്തിൽ, അതായത് 31st December 2020 10 lakh,
31st December 2021 12,50,000. Building 10 lakh. 31st December 2021 12,50,000. Next missionary 7.5 ലക്ഷം. 31st December 7.5 ലക്ഷം. 31st December 2021 9 ലക്ഷം. മിഷണറി 7.5 ലക്ഷം. സെക്കൻഡിൽ 9 ലക്ഷം. നെക്സ്റ്റ് പേറ്റന്റ് റൈറ്റ്സ് 70,000. 31st December 2021 95,000. നെക്സ്റ്റ് ക്യാഷ് 1,70,000. 31st December 2021 2,30,000. സൺട്രി ഡെപ്റ്റേഴ്സ്. നെക്സ്റ്റ് സൺട്രി ഡെപ്റ്റേഴ്സ് 3,30,000. 31st December 2021 1,35,000. 1,35,000. ഇനി താഴോട്ട് എഴുതുക. അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ₹2 lakh. Depreciation of ₹2 lakh and ₹2,50,000. 2 ലക്ഷം 2,50,000 has been charged on building and machinery. Building and machinery. Building and machinery. Prepare statement of changes in working capital. Statement of changes in working capital and fund flow statements. The fund flow statements. നമുക്ക് വരയ്ക്കാം.
എങ്ങനെയാണ്? ഫസ്റ്റ് ഐറ്റംസ്, ഞാൻ ഫോർമാറ്റ് പറഞ്ഞായിരുന്നു. ഐറ്റംസ് 2020 ഒരു കോളം, 2021 ഒരു കോളം, പിന്നെയുള്ളത് ഇൻക്രീസിന് ഒരു കോളം, ഡിക്രീസിന് ഒരു കോളം. അങ്ങനെ ടോട്ടൽ 5 കോളം വേണം. 5 കോളം കൊടുക്കുക. ഐറ്റംസ് വലിയ കോളം, 2020 ഒരു കോളം, 2021 ഒരു കോളം, ഇൻക്രീസിന് ഒരു കോളം, ഡിക്രീസിന് ഒരു കോളം. ഫസ്റ്റ് കറണ്ട് അസെസിന് ഹെഡിങ് കൊടുക്കുക. കറണ്ട് അസെസ്, കറണ്ട് അസെസിന് ഹെഡിങ് കൊടുക്കുക. അതിന്റെ നേരെ എഴുതുക. നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് എഴുതിയെടുക്കണം. ക്യാഷ് 1,70,000. രണ്ടാമത്തെ കോളത്തിൽ 2020 170, 2021 230. ക്യാഷ് 1,70,000, 2021 2,30,000. സൺട്രി ഡെപ്റ്റേഴ്സ് 330,000, 3,30,000, 2021 1,35,000. സൺട്രി ഡെപ്റ്റേഴ്സ് 3,30,000, 1,35,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് കറണ്ട് അസറ്റ്സ് ക്യാഷ് ക്യാഷ് നോക്കിക്കേ. 2020 1,70,000 ഉണ്ട്. 21 ആയപ്പോ കുറച്ചുകൂടെ ക്യാഷ് കൂടി അല്ലേ? അപ്പൊ നമുക്ക് അത് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻക്രീസ് കോളത്തിൽ കൊണ്ടുപോയി 2,30,000 മൈനസ് 1,70,000 അതിന്റെ ഡിഫറൻസ് എഴുതി വെക്കണം. അപ്പൊ 60,000 എന്നുള്ളത് ഇൻക്രീസ് കോളത്തിൽ കാണിക്കുക. 60,000 ഇൻക്രീസ് കോളത്തിൽ 60,000 എഴുതുക. ഇൻക്രീസ് കോളത്തിൽ 60,000 എഴുതുക. നെക്സ്റ്റ് നോക്കുക, സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് 3,30,000 2020 3,30,000 2020. 1,35,000 2021 1,35,000 2021 അപ്പൊ നമുക്ക് 2021 കൂടി നിൽക്കുക, അല്ല സോറി കുറഞ്ഞു നിൽക്കുവാണ്. അപ്പൊ നമുക്ക് അസറ്റ് കുറവാ. കറണ്ട് ഇയറിൽ അസറ്റ് കുറവായതുകൊണ്ട് വ്യത്യാസം എഴുതണം. എവിടെ? ഡിക്രീസ് കോളത്തിൽ. 3,30,000 മൈനസ് 1,35,000 മൈനസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഡിക്രീസ് കോളത്തിൽ എഴുതുക 1,95,000. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കിടപ്പുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 5 കിടക്കുന്നതാണ്. 1,95,000. ഇനി ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് അസറ്റ്സ് 1,70,000 പ്ലസ്
3,30,000, 5 lakh. 2020 5 lakh എന്ന് എഴുതി ടോട്ടൽ ചെയ്തിടുക. കറണ്ട് അസറ്റ്സ്, ടോട്ടൽ കറണ്ട് അസറ്റ്സ് 1,70,000 പ്ലസ് 3,30,000, 5 lakh എന്ന് എഴുതുക. 2021 2,30,000 പ്ലസ് 1,35,000, 3,65,000. $3,65,000. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ്. സൺട്രി ക്രെഡിറ്റേഴ്സ്. ഫസ്റ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ് 3,70,000. 2020 എഴുതുക 3,70,000. 2021 2,50,000. ബിൽസ് പേയബിൾ. നെക്സ്റ്റ് ഐറ്റം ബിൽസ് പേയബിൾ 1,50,000. 2021 1,70,000. 1,70,000. ഡിഫറൻസ് കണ്ടുപിടിക്കണം. സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ നോക്കുക. 2,50,000 3,70,000. അപ്പം 2020 ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റല് ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇൻക്രീസ് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റല് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റല് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഇൻക്രീസ് കോളത്തിൽ വേണം എഴുതാൻ. 3,70,000 2,80,000 1,20,000 രൂപ ഇൻക്രീസ് കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ 1,50,000 1,70,000. ഇപ്പൊ ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഈ വർഷം 2021 ഇൻക്രീസ് ചെയ്തിരിക്കുവാണ്. ഡിക്രീസ് ചെയ്തിരിക്കുവാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഡിക്രീസ് കോളത്തിൽ കൊണ്ടുപോയി 20,000 എന്ന് എഴുതുക. ഇനി ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 3,70,000 1,50,000. ടോട്ടൽ ഫസ്റ്റ് 2020 5,20,000. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരത് നോക്കുക കേട്ടോ. എന്നിട്ട് അത് നോക്കി നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇത് നോക്കി പഠിക്കരുത് ഒരു കാരണവശാല്. 3,70,000 പ്ലസ് 1,50,000. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 5,20,000. നെക്സ്റ്റ് 2,50,000 1,70,000. 2021 2,50,000 1,70,000 കൂടെ കൂട്ടുക 4,20,000 കിട്ടും. അത് രണ്ടും കൂട്ടി എഴുതുക.
ആഡ് ചെയ്യുക. വർക്കിംഗ് ക്യാപിറ്റൽ ഇനി കണ്ടുപിടിക്കണം. എ മൈനസ് ബി, അതായത് ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ഫൈവ് ലാക്ക് മൈനസ് 5,20,000 20,000 എന്ന് കിട്ടും ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ 3,65,000 മൈനസ് 4,20,000 55,000 എന്ന് കിട്ടും. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 55,000 മൈനസ് 20,000 35,000 ഫസ്റ്റ് കോളത്തിൽ എഴുതുക. ഫസ്റ്റ് കോളം മീൻസ് 2020 കോളത്തിൽ എഴുതുക. പിന്നെ ഇൻക്രീസിന്റെ കോളത്തിൽ 35,000 എന്ന് എഴുതണേ. എന്നിട്ട് ഫൈനൽ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടി ഫൈനല് ഡബിൾ ടിക്കിട്ട് ഡബിൾ വരയിട്ട് വെക്കുക. ഡിക്രീസ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് സോഴ്സ് ഓഫ് ഫണ്ട്സ് എന്താണ്, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്താണെന്ന് നോക്കാം. സോഴ്സ് ഓഫ് ഫണ്ട്സ് മീൻസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. ഇത് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. ലോങ് ടേം ലോൺസ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ് or operational profits, income from investments, the source of funds ആണ്. Sale of fixed assets, it is a source of funds. Next, application of funds. Application of funds, redemption of preferred shares, redemption of debentures, purchase of investments, purchase of fixed assets, operational losses, payment of long-term loans and payment of taxes. ഇത് എല്ലാം ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിന്റെ അകത്ത് ഹെഡിലാണ് പെടുന്നത്. ഓർത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എല്ലാം കൂടെ ചോദിക്കില്ല.
ഡിക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റി ഈസ് എ സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് അസറ്റ്സ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. And decrease in non current liabilities application of funds. നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. അപ്പൊ നിങ്ങളൊന്ന് ഫോർമാറ്റ് ബുക്കിലേക്ക് എഴുതി എടുക്കുക. മൂന്ന് കോളം വേണം. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, എമൗണ്ട്, ഇങ്ങനെ മൂന്ന് കോളം കൊടുക്കുക. ഫസ്റ്റ് കോളം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് കോളം ഫൈനൽ ഔട്ടർ കോളത്തിൽ വേണം എഴുതാൻ. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെക്സ്റ്റ് ആഡ് ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണോ കാണുള്ളൂ. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരത്തില്ല കേട്ടോ. ആഡ്, ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഫോർ ദ ഇയർ. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഫോർ ദ ഇയർ. ഇവിടെ വേണം എഴുതാൻ, ഔട്ടർ കോളത്തിൽ എഴുതി വെക്കരുത്. ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഫോർ ദ ഇയർ. നെക്സ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.
നെക്സ്റ്റ് ലെസ് നോൺ ഫണ്ട് ഐറ്റംസ്. ഇത്രയാണ് ലെസ് ചെയ്യേണ്ടത്. അപ്പൊ കിട്ടുന്നതാണ് താഴോട്ട് എഴുതുക ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ്. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ്. ഇനി ഞാൻ ക്വസ്റ്റ്യൻ പറയുവാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഫസ്റ്റ് 4 കോളം വേണം. ഫസ്റ്റ് കോളം സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട്. സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻസ്, എമൗണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഇഷ്യൂ ഓഫ് ഷെയർസ്, എമൗണ്ട് കോളത്തിൽ 3 lakh. ഇഷ്യൂ ഓഫ് ഷെയർസ് 3 lakh. സോറി, നമ്മൾ നേരത്തെ തന്ന പ്രോബ്ലം ഇല്ല, അതിന്റെ ബാലൻസ് ആയിട്ട് ചെയ്യുന്ന കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ആദ്യമേ നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ട് വരയ്ക്കണം. ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ് ആദ്യമേ വരയ്ക്കേണ്ടത്. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഫണ്ട് ഫ്ലോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. 2 കോളം ലെഡ്ജറിന്റെ അതേ ഫോർമാറ്റ്, ലെഡ്ജർ അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ 2, അതായത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും കൊടുക്കണം. 2 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കൊടുക്കുക. ബാലൻസ് ബ്രോ ഡൗൺ 10 ലക്ഷം. 10 ലക്ഷം. ബൈ ഡിപ്രീസിയേഷൻ 2 ലക്ഷം. ബൈ ഡിപ്രീസിയേഷൻ 2 ലക്ഷം. ഇവിടെ ബൈ ബാലൻസ് ക്യാരിഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റിൻ്റെ അകത്ത്, നേരത്തെ തന്ന ക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ കേട്ടോ. മാർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ബാലൻസ് ക്യാരി ഡൗൺ 12,50,000. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ പ്ലസ് ബാലൻസ് ക്യാരി ഡൗൺ 12,50,000 പ്ലസ് 2 ലക്ഷം.
അപ്പൊ 14,50,000 ക്രെഡിറ്റ് സൈഡ് കിട്ടും. ഇവിടെ ഈ സൈഡില് 14,50,000 കിട്ടും. ഈ 14,50,000 നിന്ന് ഈ 10 ലക്ഷം കുറയ്ക്കണം. ഇവിടെ ഒരു 10 ലക്ഷം കിടപ്പുണ്ട്. അപ്പൊ 4,50,000 ഇവിടെ കിട്ടും. ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് കിട്ടും, 4.5 ലക്ഷം കിട്ടും. ടു ക്യാഷ് പർച്ചേസസ് എന്നാണ് എഴുതേണ്ടത് അവിടെ. ടു ക്യാഷ് പർച്ചേസസ് 4.5 ലക്ഷം. അപ്പൊ 14,50,000 രൂപ വേണം എവിടെ എഴുതാൻ? 14,50,000 രൂപ ടോട്ടൽ കാണിക്കണം. ഇനി അടുത്തത് ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻസ് ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ്. കാൽക്കുലേഷൻസ് ഓഫ് ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ്. Net profit for the year net profit 6,90,000 മൈനസ് 6 ലക്ഷം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 6,90,000 മൈനസ് 6 ലക്ഷം. 90,000 എന്ന് നമുക്ക് എഴുതുക. 90,000 എന്ന് എഴുതുക. ഇതിന്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ആഡ് ഡിപ്രീസിയേഷൻ. അവിടെ ക്വസ്റ്റിൻ്റെ അകത്തുണ്ട് 2 lakh ആൻഡ് 2,50,000 റെസ്പെക്റ്റീവ്ലി. മെഷീനറിക്കും ബിൽഡിങ്ങിനും ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനമാണ്. ഫിക്സഡ് അസറ്റിന് ഉണ്ടാകുന്ന തേയ്മാനത്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രീസിയേഷൻ 2 lakhും 2,50,000. $4,50,000 കിട്ടും. 4,50,000. അപ്പൊ അതിന്റെ നേരെ എഴുതുക, 4,50,000 90,000 കൂടെ കൂട്ടി ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻ 5,40,000. 5,40,000 എന്ന് എഴുതുക. $5,40,000 എന്ന് എഴുതുക. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ, എന്താണ്? ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. സോഴ്സസ് ഞാൻ പറയുന്ന ഹെഡിങ് കൊടുക്കുക. സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻസ്, എമൗണ്ട്. സോഴ്സസ്, എമൗണ്ട്, ആപ്ലിക്കേഷൻ, എമൗണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇഷ്യൂ ഷെയർസ് എഴുതുക. എമൗണ്ട് കോളത്തിൽ സോഴ്സസിന്റെ ആണ് ഞാനിപ്പോ പറയുന്നത്. ഇഷ്യൂ ഷെയർസ് 3 lakh 3 ലക്ഷം. സോഴ്സസിന്റെ താഴെ എമൗണ്ട് കോളത്തിൽ 3 lakh എന്ന് കൊടുക്കുക.
ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ് 5,40,000. അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഫണ്ട്സ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതാണ്. നെക്സ്റ്റ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 3,50,000. അത് നമ്മൾ അവിടെ കണ്ടുപിടിച്ചതാണ്. താഴെയുണ്ട് 35,000. നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് 4,50,000. പർച്ചേസ് ഓഫ് മിഷനറി 4,00,000. പർച്ചേസ് ഓഫ് പേറ്റന്റ് 25,000. $25,000. 8,75,000 ആണ് ടോട്ടൽ വരുന്നത്. 8,75,000 ടോട്ടല് റൗണ്ട് കൂട്ടിയിടുക. ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എങ്ങനെയാണ് ഓരോ ക്യാഷ് പൊസിഷൻസ് ഓരോ ടൈമിലും ക്യാഷ് പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ ചേഞ്ച് എന്തുമാത്രം മാറ്റങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓവർ ടൈം ബൈ ഐഡന്റിഫൈങ് the main sources and uses of cash. Examples, the balance sheet is the examples of cash flow statements. The main important goal of cash flow statement is that discloses the various sources of cash. Discloses the various sources of cash, and it discloses the various uses of cash, and helps in efficient cash management. Discloses the success or failure of cash planning. Discloses the success or failure of cash planning. Helps in internal financial management. Also helps in internal financial management. It is discloses the various sources of cash, discloses the various uses of cash, helps in efficient cash management, discloses the success or failure of cash planning, helps in internal financial management. The main components of cash flow statement is that operating activity, financing activity, and investing activities.
The main important source of cash flow statement are operating activity, investing activity, and financing activity. First, cash flows from operating activity എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് cash flows associated with the sales and rendering of services, cash inflows from fees, commission, royalties and other revenues വരും. Cash outflows from operating expenses such as payments to suppliers of goods or services, wages, interest and taxes and so on. Next, changes in current assets, receivables, inventories and changes in current liabilities including accounts payable, salaries payable, interest due and taxes. Next, cash flows from investing activities. Cash flow from investing activities are sale of fixed assets, land and building, plant and machinery and purchasing and selling of investments. ഇത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതായത് നമ്മൾക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് അവനവൻ മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിലേക്കല്ല, മറ്റ് അവസരങ്ങളിലേക്ക്, മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. It includes land and building, plant and machinery, purchasing and selling of investment and other investments. Next, cash flows from financing activities. Cash flows from financing activities. Financing activities include preference capital, debenture, long-term loans and other similar items. Preference capital, debenture, long-term loans and other similar items. തേർഡ് 3 ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോസ് ഫ്രം financing activities and cash flows from investment and finance and operating activity. Operating activities എന്ന് പറഞ്ഞാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഒരുപാട് ഇവന്റ്സുകൾ വരും, അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരും. ഇങ്ങനെ ദൈനംദിനമായിട്ട് നടക്കുന്ന ഡെയിലി വരുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് എ ബിസിനസ് മേജർ റവന്യൂസ് ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് are its operating activities. The cash flows from this are often the outcome of transactions and other events. ഇപ്പോൾ ഇവന്റ്സുകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഡെയിലി യൂസബിൾ ആയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് കീഴിൽ വരും. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഇഷ്യൂവൻസ് ഓഫ് ഇക്വിറ്റി, പ്രിഫറൻസ് ആൻഡ് ഡിബെഞ്ചർ ക്യാപിറ്റൽ.
ഞാൻ ഇതിന്റെ ഫോർമാറ്റ് പറയുവാണ്, ഒന്ന് എഴുതിയെടുത്തോളൂ ഫോർമാറ്റ്. ആദ്യമേ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ്, എന്നിട്ട് രണ്ട് കോളം, അതായത് ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും കൊടുക്കുക. ഫസ്റ്റ് കോളം നെറ്റ് പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ ഔട്ടർ കോളത്തിലാണ് എഴുതുന്നത്. നെക്സ്റ്റ് ആഡ് എനി ഡിഡക്റ്റഡ് നോൺ ക്യാഷ് ഐറ്റംസ്, ഇത് ഫസ്റ്റ് കോളത്തിൽ എഴുതുക. പിന്നെ ഡിപ്രീസിയേഷൻ, നെക്സ്റ്റ് ഐറ്റം ഡിപ്രീസിയേഷൻ കൊടുക്കുക. ഡിപ്രീസിയേഷൻ ഒക്കെ എഴുതേണ്ടത് ഫസ്റ്റ് കോളത്തിലാണ്. നെക്സ്റ്റ് ലോസ് ഓൺ ഡിസ്പോസൽ ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. നെക്സ്റ്റ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഫസ്റ്റ് കോളം. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ഫസ്റ്റ് കോളം. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്. നെക്സ്റ്റ് ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്, increase in current assets less decrease in current liabilities. അതിന്റെ നേരെ എഴുതുക നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേഷൻസ്. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേഷൻസ്, അത് ഔട്ടർ കോളത്തിൽ വേണം എഴുതാൻ, ഈ കോളത്തിൽ. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേഷൻസ് ഔട്ടർ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്, ഹെഡിങ് ആണ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ്. പ്രൊസീഡ്സ് ഫ്രം ഡിസ്പോസൽ ഓഫ് അസറ്റ്സ്, ഡിസ്പോസൽ ഓഫ് അസറ്റ്സ്. ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. നെക്സ്റ്റ് പർച്ചേസ് ഓഫ് അസറ്റ്സ്, ഇതിന് താഴെ നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ്, നെറ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ്, ക്യാഷ് ഫ്ലോസ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അത് വരുന്ന ഫസ്റ്റ് വൺ ഡിവിഡൻഡ് പെയ്ഡ്, ഇൻഷുറൻസ് ഓഫ്, നെക്സ്റ്റ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്സ്, നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ പേയബിൾ, ഇൻക്രീസ് ഇൻ പേയബിൾ. നെക്സ്റ്റ് ഇൻക്രീസ് ഇൻ ലോങ് ടേം ഡെപ്റ്റ്, ഇൻക്രീസ് ഇൻ ലോങ് ടേം ഡെപ്റ്റ്. It is net cash flows from financing activities. Net cash flows from financing activities. അപ്പൊ മൂന്ന് ആക്ടിവിറ്റി ആയിട്ട് തരം തിരിച്ചിരിക്കുന്നത്
Net increase or decrease in cash, three activity based, oriented on three activity based. It is based on cash flows from operating activities, cash flows from investing activities, and cash flows from financing activities. എന്താണ് ഇത്രയൊക്കെ പറഞ്ഞു? എന്താണ് ക്യാഷ് എന്ന് പറയുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്യാഷ് ഈസ് ഓൾസോ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ all cash equivalents. Cash equivalents or cash cycle denotes is operations of cash management. The main activities of operating activities are additional activity, not investing or financing activity. It is operating activities. Next, investing activities, buying and selling of long-term assets and other investment that are not cash equivalents. Next, financing activities. These activities result in changes in size of composition of the owner's capital. That means including equity share capital, preferred share capital in case of a company, and borrowings of the business firm. Financing activities are changes in the size of the composition of owner's capital, including equity share capital, preferred share capital, and borrowings of the business firm. In calculations of cash flow from operating activity, two methods are used. First one, direct method. Second, indirect method. In first, direct method is a gross. It is included in gross cash revenues and gross cash payments are disclosed during the direct approach. It is a direct way of approach. In cash flows from operating activities, net profit or income also included, and adjustments, depreciation, dividend income, in interest income, etc. are included in cash flow from operating activities. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വരിക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അപ്പം മനസ്സിലാത്ത പോർഷൻ നോക്കി വെച്ചിട്ട് ഡൗട്ട് ചോദിച്ച് നമുക്കത് അടുത്ത ദിവസം ക്ലിയർ ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് കുറച്ചുകൂടി തിയറി പോർഷൻ നോക്കി അതിൻ്റെ ഒപ്പം തന്നെ പ്രോബ്ലം കൂടെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you.